വിശദീകരിക്കുന്നു രണ്ട്. അതിന് അനുഭവത്തിൻ്റെ ഒരു വശവുമുണ്ട്, ആശയത്തിൻ്റെ ഒരു വശവുമുണ്ട്. എന്താണ് സഹോദരങ്ങളെ അനുഭവത്തിൻ്റെ വശം? അള്ളാഹുവിൻ്റെ മുഖത്തിൻ്റെ മൂടി പോലും പ്രകാശം കൊണ്ടുള്ളതാണ്. അതെങ്ങാനും നീങ്ങിപ്പോയാൽ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും പ്രകാശത്താൽ തിളങ്ങി നിൽക്കാൻ മാത്രം പ്രകാശമാനമാണ്. അത് ഇന്ന് നാം കാണുന്ന ഈ പകൽ വെളിച്ചം അള്ളാഹുവിൻ്റേതാണ്. സഹോദരങ്ങളെ, ഏതു രശ്മികളും സൂക്ഷ്മമായ പ്രകാശ ബിന്ദുക്കളും അള്ളാഹുവിൻ്റേതാണ്. അതൊരു വശം. രണ്ടാമത്തെ വശം ഏതാണെന്നറിയൂ? അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്ന ഒരു വെളിച്ചമുണ്ട്. അതാണ് നമ്മൾ ആശയപരമായ വെളിച്ചം നടന്നത്. സഹോദരങ്ങളെ, ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. നോക്കൂ, നിങ്ങളെ ക്യാമ്പസിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം, ഒരു 200 വർക്കിംഗ് ഡേകളിൽ ഒരു ദിവസം, അന്നു നിങ്ങൾ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ ക്യാമ്പസിലേക്ക് വന്നത്. സാധാരണ ഉണ്ടാകുന്ന ഒരു അലോസരങ്ങളുമില്ല, ക്ലാസ്സിൻ്റെ പ്രശ്നങ്ങളില്ല, എന്തെങ്കിലും വർക്കുകൾ ചെയ്ത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. തികഞ്ഞും മനസ്സ് സ്വതന്ത്രമായിട്ടുള്ള ഒരു ദിവസം. അന്ന് നിങ്ങൾ ക്യാമ്പസിലേക്ക് വരുന്നു. ആ കോളേജിൻ്റെ ഒരു വാർഷിക ദിവസമാകട്ടെ, ആഘോഷ ദിവസമാകട്ടെ, ഒരു ടൂറിൻ്റെ ദിവസമാകട്ടെ, ഏതോ ദിവസമാകട്ടെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം. അന്ന് നിങ്ങൾ ക്യാമ്പസിലേക്ക് വരുമ്പോൾ സഹോദരങ്ങളെ, എന്നും നിങ്ങൾ കാണുന്ന ക്യാമ്പസിൻ്റെ മുറ്റത്തിന് ഒരു പുതിയ അനുഭവം. പുതിയതെന്തെങ്കിലും വന്നു? എന്നും നിങ്ങൾ ക്യാമ്പസിൽ വിശ്രമിക്കുന്ന മരത്തിൻ്റെ ചുവട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക അനുഭവം. അതെന്താണ് സഹോദരങ്ങളെ? മനസ്സിൻ്റെ മാറ്റമാണ്. ക്യാമ്പസിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. നമ്മൾ കാണുന്നതിലെല്ലാം ഒരു പുതിയ അനുഭവം ഉണ്ടാകുന്നത് മനസ്സിൻ്റെ മാറ്റമാണ്. സഹോദരങ്ങളെ, ഹൃദയത്തിനൊരു വെളിച്ചം കടന്നു വരാനുണ്ട്. അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹത്തിൻ്റെ ദീപ്തമായ വെളിച്ചം. അത് കത്തും പ്രകാശിക്കും. വലൗലം തംസസ്ഹു നാറുൻ നൂറുൻ അലാ നൂർ. തീ തൊടാതെ കത്തുന്ന വിളക്കാണത്. തീ തൊടാതെ കത്തുന്ന വിളക്ക്, വെളിച്ചത്തിനുമേൽ വെളിച്ചം. ഏതാണ് സഹോദരങ്ങളെ അത്? ഈ സദസ്സിൽ നിങ്ങളെ വിളിച്ചു തീർത്തി നിങ്ങൾക്ക് പകർന്നു നൽകുന്ന ഈ സന്മാർഗത്തിൻ്റെ വെളിച്ചം. സഹോദരങ്ങളെ, ശരിക്കും അള്ളാഹു മാനവരാശിക്ക് നൽകിയ ഈ സത്യത്തിൻ്റെ സന്ദേശത്തെ അള്ളാഹു വിളിച്ചത് നൂറെന്നാണ്, വെളിച്ചം. അത് മനസ്സിൻ്റെ ഉള്ളിലേക്കാണ് കിട്ടിയാൽ അതൊരു മാറ്റം തന്നെയാണ് സഹോദരങ്ങളെ. ഞാൻ അടുത്ത കാലത്ത് എനിക്ക് വന്ന ഒരു സുഹൃത്താണ്. കുറേ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ആ സുഹൃത്തുക്കൾ കൂടുതൽ അടുത്ത കാലത്ത് എനിക്ക് പരിചയപ്പെട്ടൊരു സുഹൃത്താണ്. അദ്ദേഹം ഗൾഫിലായിരുന്നു കുറച്ചു കാലം. അവിടുന്ന് ചെറിയ മാനസിക പ്രശ്നങ്ങളുമായിട്ട് അദ്ദേഹം നാട്ടിലെത്തി. മാനസിക പ്രശ്നങ്ങൾക്കുള്ള കാരണം തന്നെ എന്താണെന്ന് വെച്ചാൽ, അവിടെ പോയിട്ട് അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചു. ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാര്യമായി പഠിച്ചതും കേന്ദ്രീകരിച്ച് പഠിച്ചതും എന്തിനെക്കുറിച്ച് വെച്ചാൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചാണ്. ഖുർആനിൻ്റെ സത്യതയെക്കുറിച്ച് അദ്ദേഹം ശരിക്കും നെറ്റിൻ്റെ മുന്നിലിരുന്ന് അങ്ങോട്ട് പഠിച്ചപ്പോൾ എന്താ അറിയിപ്പോൾ എൻ്റെ മുന്നിൽ ഞാൻ പറയാറുണ്ട്, ഈ സ്പീച്ചിങ് സ്റ്റാൻഡ് ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് കണ്ണുകൊണ്ട് കണ്ട ഒരു തെളിവാണ് സഹോദരങ്ങളെ. എന്നാൽ ബുദ്ധി കൊണ്ട് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ ഇതിനേക്കാളും യാഥാർത്ഥ്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ബുദ്ധി കൊണ്ട് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ ഇതിനേക്കാളും യാഥാർത്ഥ്യമാണ്. നോക്കൂ, നിങ്ങൾ മരിച്ചിട്ട് നാം കാണാൻ പോകുന്ന നരകം ഇവിടെ വെച്ച് സഹോദരങ്ങളെ നമ്മുടെ ബുദ്ധി കൊണ്ട് ബോധ്യപ്പെട്ടു കണ്ടാൽ നരകത്തിൻ്റെ അഗ്നിജ്വാലകൾക്ക് അത്ര തന്നെ മൂർച്ചയുള്ള പോലെ നമുക്ക് തോന്നും. നമ്മുടെ ബുദ്ധിക്കും ബോധ്യതക്കും അത്ര ശക്തിയുണ്ട്. ഖുർആൻ്റെ ചരിത്രഭൂമികളെക്കുറിച്ച് പഠിച്ച് ഖുർആൻ സത്യമാണെന്നും ഖുർആനിൽ പറഞ്ഞ സ്വർഗവും നരകവും സത്യമാണെന്നാണ് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതിനെ യാഥാർത്ഥ്യമായി മനസ്സിലൊന്ന് വിചാരിച്ചു നോക്കി. അത് ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാവുന്ന അവസ്ഥയല്ല സഹോദരങ്ങളെ. അത്രമാത്രം ഭീകരമാണ് ആ രംഗങ്ങൾ. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ആ ബോധ്യത അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം മാറി. പിന്നീട് അതിൻ്റേതായ നിലക്കുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ഒരു നല്ല മാനസികാവസ്ഥയിലും നല്ലൊരു ജീവിതാവസ്ഥയിൽ അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാവുന്ന ഒരു കാര്യമുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് അങ്ങനെ പറയാനാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ സുഹൃത്ത് എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയും, ഈ വിശുദ്ധമായ ദീനിൻ്റെ ഹിദായത്ത് വെളിച്ചം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം അദ്ദേഹം പറയുന്ന വാക്കാണ്, ഞങ്ങൾ ഒന്നിച്ച് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹം പറയാറുണ്ട്, എന്തൊരാസ്വാദകരമാണ് ഈ ജീവിതം, എന്തൊരാസ്വാദകരമാണ് ഈ ജീവിതം. സഹോദരങ്ങളെ, ഇതാര് പറയും ഇത്ര ആസ്വാദകരമാണ് ഈ ജീവിതമെന്ന്? അത് പറയാൻ ആ അള്ളാഹു നിശ്ചയിച്ച, അള്ളാഹുവിൻ്റെ വിശേഷണമായി പറഞ്ഞു തന്ന ആ വെളിച്ചം, പ്രവാചകന്മാരുടെ വേദഗ്രന്ഥങ്ങളുടെ പകർന്ന ആ വെളിച്ചം സുഹൃത്തുക്കളെ ശരിക്കും അങ്ങോട്ട് ഉൾക്കൊള്ളണം ഹൃദയത്തിൽ. അത് നേരാവണ്ണം ഹൃദയത്തിൽ കയറിയാൽ നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ മാറിയതായി നമുക്ക് തോന്നും. നമ്മുടെ കോഴ്സുകൾ
നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ എല്ലാറ്റിലും നാം കാണാത്ത ഒരു പുതിയ വെളിച്ചത്തിൽ അത് പ്രകാശിക്കുന്ന പോലെ കാണും. ആ വെളിച്ചം എല്ലാവർക്കും ലഭിക്കില്ല സഹോദരങ്ങളെ. നന്നായി ആഗ്രഹിച്ചു പ്രവർത്തിക്കുന്നവർക്ക് കിട്ടുന്ന മരണത്തിനിപ്പുറത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു വെളിച്ചമാകുന്നു സഹോദരങ്ങൾ. അത് കിട്ടണം നമുക്ക്. ഞാൻ പറഞ്ഞ ഓരോ ദിവസവും ഇപ്പോൾ കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള ക്ലാസ് ഞാൻ പൂർണ്ണമായി ഒരക്ഷരം വിടാതെ ഞാൻ കേട്ടു. നിങ്ങളും കേട്ടുവല്ലോ സഹോദരങ്ങളെ. ഒരുപക്ഷെ ഒരു പ്രസംഗത്തിൻ്റെ ആകർഷണീയത ഒരുപക്ഷെ പൂർണ്ണമായി പകർന്നു നൽകാൻ ഒരുപക്ഷെ എല്ലാവർക്കും സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ ആ സന്ദർഭത്തിൽ അത് വായിക്കുന്നവർക്കറിയാം നമ്മൾ സത്യത്തിൻ്റെയും നന്മയുടെയും ശരിയുടെയും വഴിയിലേക്ക് വരാനുള്ള ഏറ്റവും വലിയൊരു മാനദണ്ഡത്തെയാണ് ആ സുഹൃത്ത് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ഒരു നന്മയെയും നഷ്ടപ്പെടുത്താതെ ഇസ്ലാമിൻ്റെ പേരിൽ കിട്ടാവുന്ന വിശ്വാസത്തെയും കർമ്മങ്ങളെയും എല്ലാറ്റിനെയും നമ്മുടെ നെഞ്ചിലേറ്റുമ്പോൾ ഹൃദയത്തിൻ്റെ ദീപ്തി വർദ്ധിക്കും, പ്രകാശം വർദ്ധിക്കും, ജീവിതത്തിൻ്റെ സന്തോഷവും ആഹ്ലാദവും നമുക്ക് വർദ്ധിച്ചു കിട്ടും. അതിന് അള്ളാഹു നമുക്ക് തന്ന വെളിച്ചമാണ് യഥാർത്ഥത്തിൽ ഈ ഹിദായത്തിൻ്റെ വെളിച്ചമെന്ന് പറഞ്ഞാൽ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാവാനിരിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ആ അനുഭവത്തിന് ഉദാഹരണമായി എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. അള്ളാഹു വദൂദാണെന്ന്, അല്ലാതെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാണ് അള്ളാഹു. സഹോദരങ്ങളെ, സത്യം പറയൂ, ഈ സദസ്സിനോട് ഞാൻ ക്ലാസ് എടുക്കുന്ന എല്ലാ ക്ലാസ്സിലും ഞാൻ ചോദിക്കാറുണ്ട്. ഈ ഇരിക്കുന്ന ഈ 1000-ത്തിലധികം വരുന്ന ഈ കുട്ടികളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പറയുന്ന കാര്യം മറ്റാരോടും പറയില്ലെന്നും നിങ്ങൾ പറയുന്ന പ്രശ്നത്തിന് നല്ലൊരു പരിഹാരം പറഞ്ഞു തരാം, നമുക്കൊന്ന് ഇപ്പുറത്തൊഴിഞ്ഞിരിക്കാന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ തരാം, സ്വകാര്യമായി എല്ലാം ഒന്ന് തുറന്നു പറയൂ എന്ന് പറഞ്ഞാൽ ആ ഒരു 10 മിനിറ്റ് ആവശ്യമില്ലാത്ത ആരെങ്കിലും ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? എല്ലാവർക്കുമുണ്ട് പ്രശ്നം, എല്ലാവർക്കുമുണ്ട് പ്രയാസം. ആരെക്കുറിച്ചാണ് പറയാനുള്ളത്? ആരെക്കുറിച്ചാണ് സഹോദരങ്ങളെ പരാതിപ്പെടാനുള്ളത്? നാം സ്വന്തം ചിന്തിച്ചാൽ അറിയാം. ഒരുപക്ഷേ നമ്മെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന മാതാപിതാക്കളെ കുറിച്ചായിരിക്കാം, ചിലപ്പോൾ ആത്മബന്ധമുള്ള സുഹൃത്തുക്കളെ കുറിച്ചായിരിക്കാം, ചിലപ്പോൾ നമ്മെക്കുറിച്ച് തന്നെ ആയിരിക്കാം. നമ്മളാണല്ലോ നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്, ഞാൻ തന്നെ എന്നെ ദ്രോഹിക്കുന്നുവല്ലോ എന്നായിരിക്കാം നമുക്ക് പറയാനുണ്ടാവുക. പക്ഷേ സഹോദരങ്ങളെ, എല്ലാ സ്നേഹത്തിനും അപ്പുറം നമ്മെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു നാഥൻ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ ഒന്നും നമുക്ക് ഇവിടെ പിന്നെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഏകാന്തത എന്ന ഒന്നില്ല, നമുക്ക് ഒറ്റപ്പെടലൊന്നില്ല. ആർക്കാണ് ആ സ്നേഹം ലഭിക്കാന്ന് നിങ്ങൾ വസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി ഇന്ന റബ്ബീ റഹീമും വദൂദ്. വസ്തഗ്ഫിറൂ റബ്ബക്കും, സഹോദരങ്ങളെ, ചെയ്തു പോയ തെറ്റുകൾക്ക് ആത്മാർത്ഥമായി പടച്ചവനോട് ഖേദിച്ചോളി. ആ തെറ്റുകൾ സഹോദരങ്ങളെ നമുക്കൊരു നിത്യ ദുരന്തമായി നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. ആ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടുക, അതാണ് സഹോദരങ്ങളെ മോചനം. 10 വർഷം പകലിൻ്റെ വെളിച്ചം കാണാതെ ഇരുട്ടറയിൽ കിടക്കുന്നവനെ ജയിലിൻ്റെ വാതിലുകൾ തുറന്ന് പുറത്തേക്ക് വിടുന്നതിനേക്കാളും മോചനത്തിൻ്റെ സുഖം അനുഭവിക്കും ഹൃദയത്തിൽ നിന്ന് പാപം പുറത്തു കടന്നാൽ. അത് ചെറിയ മോചനമല്ല സഹോദരങ്ങളെ. നാം കീഴ്പ്പെടുത്താൻ പാടുപെടുന്ന തിന്മകളിൽ നിന്നെ കീഴ്പ്പെടുത്തി നമ്മുടെ മനസ്സാക്ഷിയുടെ വേദനയിൽ നിന്ന് പുറത്തു കിടക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കയ്യിനും കാലിനും ചെങ്ങലയിട്ട ചെങ്ങലകൾ അഴിച്ചുവിട്ട് സ്വതന്ത്രമായി പൊയ്ക്കോ എന്ന് പറയുന്നതിനേക്കാളും ആസ്വാദകരമാണത് പാപങ്ങളിൽ നിന്നുള്ള മോചനം. അള്ളാഹു തെറ്റുകളിൽ നിന്ന് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങിയവർക്കുള്ള ഓഫറാണ് അള്ളാഹ് പറയുന്നത്. വസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ ഖേദിച്ചു മടങ്ങൂ, തെറ്റുകളിൽ നിന്നും അള്ളാഹുവിലേക്ക് തിരിച്ചു വരൂ. ഇന്ന റബ്ബീ റഹീമും വദൂദ്, എൻ്റെ റബ്ബ് കാരുണ്യമുള്ളവനാണ്, അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ സ്നേഹം അനുഭവിക്കണമെങ്കിൽ തെറ്റുകളില്ലാത്ത, തെറ്റുകൾ പ്രവർത്തിക്കാത്ത ഒരു ലോകത്തെ നമ്മൾ ജീവിക്കണം. ഈ കാരുണ്യത്തെ പ്രതിനിധീകരിക്കുന്ന എത്ര നാമങ്ങളാണ്! അള്ളാഹു റഹീമാണ്, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു കരീമാണ്, അള്ളാഹു അക്രമാണ്, അള്ളാഹു റഊഫാണ്. ഈ ഗുണങ്ങളൊക്കെ നമുക്ക് തരാനുള്ളതാ സഹോദരങ്ങളെ. അങ്ങേയറ്റം വാത്സല്യമുള്ളവൻ, അങ്ങേയറ്റം നമ്മളോട് സ്നേഹമുള്ളവൻ, ഔദാര്യമുള്ളവൻ, ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും തരാനുള്ളതാണ് സഹോദര. അർഹത നേടാൻ എന്തു വേണം? ചെറിയ മനസ്സിൻ്റെ ആസ്വാദനങ്ങൾക്ക് നാം പ്രയാസപ്പെട്ട് തട്ടി ഉന്തിക്കൊണ്ടുപോകുന്ന തിന്മകളോട് മാറി നിൽക്കാൻ പറയൂ. ഇന്നത്തെ രാത്രിയും നാളത്തെ പകലും സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ സ്നേഹം കൊണ്ട് ജീവിതം ധന്യമായിരിക്കും. സഹോദരങ്ങളെ, എന്താ നേടാനുള്ളത്? ഞാൻ ഈ പ്രോഫ്കോണിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ
ആരോ വിളിപ്പിച്ചതാണോ അദ്ദേഹം സ്വയം വിളിച്ചതാണോ എന്ന് എനിക്കറിയില്ല. എന്നെ ഒരാൾ വിളിച്ചിട്ട് എന്നോട് ചില കാര്യങ്ങൾ അരമണിക്കൂർ നേരം അദ്ദേഹം എന്നോട് സംസാരിച്ചു.